ഇന്നലെ രാത്രി ഞാൻ 1 മണിക്ക് എത്തിയപ്പോൾ ഇവിടെ പന്തൽ വന്ന് നോക്കി. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കാർപ്പറ്റ് വിരിക്കുന്നുണ്ട്, ടേബിളൊക്കെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് കിടക്കാൻ പോയപ്പോൾ ഇവിടുന്ന് പാട്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. സുബൈക്ക് പള്ളിയിൽ വന്നപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പോലും എല്ലാവരും ഇങ്ങനെ നീച്ചിക്കാണ്. പോലെ നീച്ച് നിൽക്കുന്നത് എന്തിനാന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അതന്നെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 100 മുനഹവ്വയാണ് ആദ്യമായി. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അഭിമാനത്തോടു കൂടെ ചെയ്യണം എന്നാണ്. എല്ലാ അഭിമാനത്തോടു കൂടെ ചെയ്യണം. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന. ആദ്യമായി മരപ്പണി ചെയ്ത ആള് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം ഇരുമ്പ് പണിയിലെ ആദ്യത്തെ പണി പടയങ്കി ഉണ്ടാക്കിയതാണ്. ആയുധങ്ങളല്ല. ആയുധങ്ങൾ പഴയ കാലത്ത് എല്ലുകളും കല്ലും മരക്കഷ്ണവും ഒക്കെയാണ് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലാൻ കല്ലെടുത്തുകൊണ്ട് തലക്ക് കുത്തിയത്, അല്ലാതെ കത്തിയെടുത്തുകൊണ്ട് കുത്തിക്കല്ല. അപ്പൊ മുൻഗാമികൾ ആദ്യകാലഘട്ടത്തിലുള്ള ആളുകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നത് കല്ലുകളും എല്ലുകളും മരക്കഷ്ണങ്ങളും ആയിരുന്നു. ഇരുമ്പ് കൊണ്ട് ആദ്യം പണി തുടങ്ങിയത് പടയങ്കിയാണ്. യുദ്ധം ചെയ്യുമ്പോൾ ധരിക്കുന്ന കോട്ട്. ദാവൂദ് നബി ഇരുമ്പ് ഇങ്ങനെ പിടിച്ചു നീട്ടും, എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ കുപ്പായ ഉണ്ടാക്കും. ആ കുപ്പായ ഇട്ടുകാണ്ട് യുദ്ധത്തിന് പോയാൽ വെട്ടുള്ളൂല. അതാണ് പടയങ്കി. അപ്പൊ ആദ്യമായി ഇരുമ്പ് കൊണ്ട് പണി ചെയ്ത ആള് ദാവൂദ് നബി അലൈഹിസ്സലാം. രാജ്യം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. വട്ടി എന്ന് പറഞ്ഞാൽ കൊട്ട. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. കൊട്ടയാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബ തൊഴിലായിരുന്നു അത്. ഇങ്ങനെ നമ്മൾ അമ്പിയാക്കളെ ഇങ്ങനെ പരിശോധിച്ചാൽ സക്കരിയ നബി അലൈഹി ഇസ്ലാമാണ് അമ്പിയാക്കളിൽ കൽപ്പണി നടത്തിയ ആള്. പടവ് കൽപ്പണിയിലെന്തു സമർത്ഥന സക്കരിയ, നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. ഒരു പണി കിട്ടിയിട്ട് വേണം 4 ദിവസത്തിന് ലീവ് എടുക്കാൻ എന്നാണ് നമ്മളെ പരിപാടി. അങ്ങനെയാണ്. ബർക്കത്ത് കുറയുന്നതാണ്. 1500 രൂപക്ക് ജോലി ചെയ്ത് 1400 രൂപ വാങ്ങിയിട്ട് ജീവിച്ചാൽ ബർക്കത്ത് കൂടുതലുണ്ടായിരിക്കും. തൊഴിലിനേക്കാൾ താഴെയായിരിക്കണം കൂലി, എന്നാലാ ബർക്കത്ത് ഉണ്ടാകാം. 1000 ഉറുപ്പ്യക്ക് ജോലി ചെയ്തെങ്ങാണ്ട് 1600 കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ വരൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു വാങ്ങിയാൽ ബർക്കത്ത് പറയും. തൊഴിൽ കൂടുതലും കൂലി കുറവുമാകുമ്പോഴാണ് ബർക്കത്ത് കൂടുതലുണ്ടായിരിക്കുക. ഏതും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. ജോലി കൂടുതലായിരിക്കണം, എന്നാൽ വാങ്ങുന്നത് കുറവായിരിക്കണം. അത് കരുതിരിഞ്ഞ് പോടുന്ന് പോയിങ്ങാണ്ട് എല്ലാവരും ശമ്പളം കുറക്കാൻ പറയണം എന്നൊന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. എന്താ വേണ്ടത്? പിന്നെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണിയെടുത്ത് കൊടുക്കണം. അതന്നെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കേണ്ടി വരും. വീട്ടിൽ വന്നാലും ചെയ്യേണ്ടി വരും. ചിലപ്പം ലാപ്ടോപ്പായിട്ട് പെരേക്ക് വരേണ്ടി വരും. എന്നിട്ട് അവിടെ ഇരുന്ന് ചെയ്യേണ്ടി വരും. അല്ലാതെ വാങ്ങണേ കുറക്കാൻ പറ്റൂല. ജോലി കൂട്ടി കൊടുക്കുകയാണ് വേണ്ടത് തന്നെ. എന്താ പറയാൻ കാരണം, പൊതുവെ ഉള്ളൊരു മാനസികാവസ്ഥ ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു 10 ദിവസം ലീവ് എടുക്കാൻ, ഒന്ന് റൂമിൽ ഒഴിഞ്ഞിരിക്കാൻ എന്നതാണ്. മനുഷ്യൻ ഒഴിഞ്ഞിരിക്കാൻ വന്നവനല്ല. ഫ്രീ ടൈം എന്നുള്ളൊരു സാധനം അവന് ആവശ്യമില്ല. ഫ്രീ ടൈം ഉണ്ട് അവിടെ. സ്വർഗത്തിലൊക്കെ എത്തിയിട്ട് ഫുള്ള് ഫ്രീ ആണ്. വേണേ തിന്നാൽ മതി, വേണേ കുടിച്ചാൽ മതി, ഒന്നും ചെയ്യണമെന്നില്ല. ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനെയാണ് എല്ലാം. ഇവിടെ നമ്മൾ അതിന് വന്നതെല്ലാം അധ്വാനിക്കാൻ വന്നാൽ നല്ലോണം അധ്വാനിക്കണം. അപ്പോൾ എല്ലാ അമലുകളും അമ്പിയാക്കളിലേക്കാണ് എത്തുക. പൈസ ഉള്ള ആൾക്കാരൊക്കെ ആടിനെ വളർത്തണമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ പറയാം, കായുള്ളവരൊക്കെ പൈസ ഉള്ളവരൊക്കെ ആടിനെ വാങ്ങണം. പൈസ ഇല്ലാത്തവര്, പൈസ കുറഞ്ഞവര് കോഴിനെ വാങ്ങണം. ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നേ. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല,
ഇത് കാണുവാൻ ഇന്നിബ്നു മാജ നീ നോക്കല. കോയില്ലാത്തവരൊക്കെ ഒന്ന് പോയിട്ട് മേടിച്ചോളി. നാടൻ കോഴി വീട്ടിൽ വേണം. ഇന്ന് രാവിലെ നാടൻ കോഴി കിട്ടി. ഭക്ഷണം തന്നവർക്ക് അള്ളാഹു സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന ഒരുപാട് ആളുകൾ, നമ്മളെ ഈ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന ധാരാളം മനുഷ്യന്മാർ. അള്ളാഹു അവർക്കൊക്കെ വലിയ കൂലി നൽകട്ടെ. സ്വർഗീയമായ ഭക്ഷണവും വെള്ളവും നൽകി അവരെയും നമ്മളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആടിനെ പറ്റുന്നവർ ആടിനെ വാങ്ങണം. അല്ലാത്തൊരു മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി പെരയിൽ വേണം, എന്നാൽ വീട്ടിൽ വേണം. മനുഷ്യനല്ലാത്ത എന്തെങ്കിലും എന്താ ഉപകാരം എന്ന് ചോദിച്ചാൽ, ഉപകാരങ്ങളെ ജൽബുൽ മൻഫഅത്ത്, ദഫ്ഉൽ മദറത്ത് എന്നിവയിൽ മനുഷ്യനല്ലാത്ത ജീവികൾ മുൻപന്തിയിൽ നിൽക്കുമെന്നതാണ് അതിൻ്റെ കാരണം. ജൽബുൽ മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങളെ കൊണ്ടുവരുന്നതിലും, ദഫ്ഉൽ മദറത്ത് എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങളെ തടയുന്നതിലും മനുഷ്യനല്ലാത്ത ജീവികൾ മുൻപന്തിയിലാണ്. ഉപകാരങ്ങളെ കൊണ്ടുവരുന്നതിലും ഉപദ്രവത്തെ തടയുന്നതിലും മനുഷ്യനല്ലാത്ത ജീവികൾ മുൻപന്തിയിലാണ്. നമ്മൾ പഴയ കാലത്തൊക്കെ ആളുകൾ വാഴ്ന്നു പറയുമ്പോൾ തുടക്കത്തിലൊരു ബെയ്ത്ത് ചെല്ലും, ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഊ വസുബിയതും മിനൽ യതാമാറുല്ലഊ. വെള്ളിയാഴ്ചയൊക്കെ കുട്ടികൾ വാതിന് പോകുമ്പോൾ പള്ളിക്ക് ചെന്നിട്ട് ഇങ്ങനെ അംദു സലാത്തും കഴിഞ്ഞിട്ട് ഈ ബെയ്ത്താണ് പഴയ കാലത്ത് വാഴ്ന്നു പറയുമ്പോൾ ചെല്ലാം. വമുഹമ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഊ സുബ്ബാലൈകുമുൽ അദാബുൽ ലൗജഊ. എന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഊ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വയസ്സന്മാരില്ലായിരുന്നുവെങ്കിൽ, വമുഹമ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഊ, മേഞ്ഞു നടക്കുന്ന ജീവികളും ഇല്ലായിരുന്നുവെങ്കിൽ, അതിന്റെ ബാക്കി ഒരു തുള്ളി മഴ പെയ്യൂലായിരുന്നു എന്നാണ് അതിന്റെ ബാക്കി. മഴ പെയ്യാൻ കാരണം ഒന്ന് കുട്ടികൾ, രണ്ട് പ്രായമായവർ, മൂന്നാമത്തേത് മനുഷ്യനല്ലാത്ത ജീവികൾ. ഇതാണ് മഴ പെയ്യുന്നതിന്റെ കാരണം എന്നാണ് ആ ബെയ്ത്തിലുള്ളത്. അപ്പോൾ മനുഷ്യനല്ലാത്ത ജീവികൾ വീട്ടിലേക്ക് ഉപകാരം കൊണ്ടുവരുന്നതിൽ മുൻപന്തിയിലാണ്, ഉപദ്രവം തടയുന്നതിലും മുമ്പിലായിരിക്കും. ഒരു വീട്ടിലേക്ക് ഉപകാരങ്ങൾ പലതും കടന്നു വരുന്നതിന് ആ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ കാരണമാണ്. ആട്, കോഴി, പശു, മൂരി തുടങ്ങിയ പൂച്ച തുടങ്ങിയ സാധനങ്ങളൊക്കെ മുൻപന്തിയിൽ നിൽക്കും. എന്നാൽ ആ വീട്ടിലേക്ക് ഒരു വിപത്ത് വരികയാണെങ്കിൽ ആദ്യം അവർ തടഞ്ഞു നിർത്തും. കോഴി ആദ്യം ചത്തു. ഒരു വിപത്ത് ഒരു വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്താനും മനുഷ്യനല്ലാത്ത മറ്റു ജീവികൾക്ക് കഴിവ് കൂടുതലാണ്. അതുകൊണ്ടാണ് മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം. കോഴിയാകാം, ആടാകാം, രണ്ടും സൗകര്യപ്പെടില്ലെങ്കിൽ പൂച്ചയാവാം, അല്ലെങ്കിൽ മറ്റു വല്ല ജീവികളാവാം, പ്രാവാവാം. പ്രാവിനെ വളർത്തുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, പ്രാവുമായി കളിക്കുന്നത് നല്ലതല്ല, അത് ദാരിദ്ര്യം കൊണ്ടുവരുമെന്നാണ്. പ്രാവിന് ഭക്ഷണം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രാവ് വന്ന് കൂടുന്നതിന് വിരോധമല്ല, പ്രാവ് നമ്മളെ വീട്ടിൽ താമസിക്കുന്നതിന് വിരോധമല്ല. ചുമരുമൊക്കെ സ്പ്രേ അടിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിപ്പോൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പെയിൻ്റ് അടിക്കാൻ പൈസ ഉള്ളവർ കൊല്ലം കൂടുമ്പോൾ പെയിൻ്റ് അടിച്ചാൽ മതി. പെയിൻ്റ് അടിക്കുമ്പോൾ എന്ത് നിയ്യത്ത് ചെയ്യണം? വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് പെയിൻ്റ് അടിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്യണം. എന്നാൽ കൂലിട്ടും. അല്ലാതെ ഇനിയിപ്പോൾ രണ്ടാൾ വരാണ്ടല്ലോ, ഓലെന്താ തോന്നുകയെന്ന് വിചാരിച്ച് പെയിൻ്റ് അടിച്ചാൽ ഒന്നും കിട്ടുമൊന്നുമില്ല. പെയിൻ്റ് അടിക്കുമ്പോൾ നിയ്യത്ത് കറക്റ്റ് ചെയ്യണം. വൃത്തി ഈമാനിന്റെ ഭാഗമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പെയിന്റിങ് നടത്തുന്നത്. പെയിന്റിങ് ജോലിക്ക് പോണവരും ആ നിയ്യത്ത് തന്നെ ചെയ്യണം. സിമന്റ് തേക്കാൻ പോണവരും ആ നിയ്യത്ത് ചെയ്യണം. നളാഫത്ത്, വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹദീസിൽ വന്നതുകൊണ്ടാണ് ചെയ്യണത്. എന്നാ സംഗതി അതിനൊക്കെ കൂലിട്ടും. ഈ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ കൂലിട്ടാത്തൊരു കാര്യമില്ല എന്നാണ്. നല്ല മീൻ തിന്നതിൻ്റെ ശേഷം മുള്ള് ബാക്കിയാവുമല്ലോ. മുള്ള് സാധാരണ ആരും തിന്നലില്ലല്ലോ. മുള്ള് ബാക്കിയാവുമ്പോൾ ആ മുള്ളൊക്കെ ഇങ്ങനെ എടുക്കുക,
കൂട്ടിയിട്ട് നല്ലൊരു ഒഴിഞ്ഞ സ്ഥലത്ത്, വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ കൽബിൽ ഇങ്ങനെ കരുതുക, ഞാനിത് പൂച്ചക്ക് ഭക്ഷണമാക്കുകയാണ് എന്ന് മനസ്സിൽ കരുതിയാൽ ഒഴിവാക്കണ മീമുള്ളോണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലി വാങ്ങാം. അങ്ങനെ കൂലി. ശരീഅത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളെയും ഉപയോഗപ്പെടുത്തി ആബിദീങ്ങളാകാൻ നമുക്ക് കഴിയണമെന്നാണ്. ശരീഅത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി വലിയ ആബിദീങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. അപ്പോൾ മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം വീട്ടിലുണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് കിട്ടുമോ? ഇതിന്റെ അടുത്തേക്ക് എന്നാ പോരെ? ഹലോ.